മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് മൂലം മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് മൂക്കിൻ്റെ പാലം കറക്റ്റ് ചെയ്യാനുള്ള സർജറിയാണ് സെപ്റ്റോപ്ലാസ്റ്റി. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഈ സർജറി ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷന് വേണ്ടി തയ്യാറാവേണ്ടത്? ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ മൂക്കിനെ രണ്ടറകളായിട്ട് തിരിക്കുന്ന ഒരു ഭിത്തിയാണ് നേസൽ സെപ്റ്റം. ഈ നേസൽ സെപ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിരുന്നാൽ അതിനെ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നു. സാധാരണ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാണ് എന്നാണ് രോഗികൾ പലപ്പോഴും OP വരുമ്പോൾ പറയാറ്. ഒരു 10 പേരുടെ മൂക്കെടുത്താൽ 8 പേർക്കും ഈ പാലത്തിന് വളവുണ്ടാവും. എന്നാൽ മരുന്നുകളൊക്കെ കഴിച്ച് അതിൽ നിന്നൊന്നും ശമനം ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ സെപ്റ്റോപ്ലാസ്റ്റി എന്ന സർജറിയിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമുള്ളൂ. ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന മൂക്കടപ്പ്, ജലദോഷം, സൈനസൈറ്റിസ്, മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ തടസ്സം നേരിട്ട് വാ തുറന്നുള്ള ഉറക്കം, കൂർക്കം വലി, മൂക്കിൽ നിന്ന് ചോര വരിക, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നെങ്കിലാണ് സെപ്റ്റോപ്ലാസ്റ്റി എന്ന ഈ സർജറി ചെയ്യുന്നത്. സെപ്റ്റം എന്ന വാക്കിൻ്റെ അർത്ഥം മൂക്കിനെ രണ്ടായിട്ട് തിരിക്കുന്ന ഭിത്തി. പ്ലാസ്റ്റി എന്ന വാക്കിന് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് മെഡിക്കൽ ഭാഷയിൽ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ട് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്താം. ഈ സർജറി ആവശ്യമുണ്ടോ എന്നുള്ളത് ഡോക്ടർ നിങ്ങളുടെ മൂക്ക് നോക്കിയിട്ട് നിശ്ചയിക്കും. ഇതിനോടനുബന്ധിച്ച് മൂക്കിലെ എൻഡോസ്കോപ്പിയും ചിലപ്പോൾ ഒരു CT സ്കാനിങ്ങും വേണ്ടി വന്നേക്കാം. സർജറിയാണ് ചികിത്സാ രീതിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി തരും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നുമില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാലാണ് ഈ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് കിട്ടുക. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് അത് നിർത്താനായിട്ട് ഡോക്ടർ ആവശ്യപ്പെടും. മറ്റു മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ഡോക്ടറോട് പറയുക. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അനസ്തീഷ്യ നൽകി ഈ സർജറി ചെയ്യാൻ നിങ്ങൾ ഫിറ്റാണെങ്കിൽ സർജറിക്കൊരു ഡേറ്റ് തീരുമാനിക്കുന്നു. ഏത് അനസ്തീഷ്യയാണ് ഈ ഓപ്പറേഷന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്? 2 തരത്തിൽ നമുക്ക് ഈ സർജറി ചെയ്യാം. രോഗിയെ പൂർണ്ണമായും മയക്കിക്കിടത്തിയുള്ള ജനറൽ അനസ്തീഷ്യ, അതല്ലെങ്കിൽ മൂക്ക് മാത്രം തരിപ്പിച്ചിട്ടുള്ള ലോക്കൽ അനസ്തീഷ്യ. എത്രത്തോളം ബുദ്ധിമുട്ട് രോഗി അനുഭവിക്കുന്നു, അതുപോലെ പ്രായവും മറ്റ് അസുഖങ്ങളുമൊക്കെ അനുസരിച്ചിട്ടാണ് ജനറൽ അനസ്തീഷ്യ വേണോ അതോ ലോക്കൽ അനസ്തീഷ്യ വേണോ എന്ന് തീരുമാനിക്കുന്നത്. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഓപ്പറേഷൻ. ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നതെങ്കിൽ രോഗി ഒന്നും തന്നെ അറിയുകയില്ല. സർജറി കഴിഞ്ഞാൽ മൂക്കിൽ ഒരു ചെറിയ സ്പോഞ്ച് വെച്ചിട്ടുണ്ടാവും. ഇത് ആ ദിവസം വൈകിട്ടോ അതല്ലെങ്കിൽ പിറ്റേ ദിവസമോ എടുക്കാം. ഈ പാക്ക് മൂക്കിൽ ഇരിക്കുന്ന സമയത്ത് രോഗിക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ആ സമയത്ത് വായൊന്ന് തുറന്നു വെച്ച് ഒന്ന് ചാരിയിരിക്കുകയും ചെയ്താൽ ആ ബുദ്ധിമുട്ട് വേഗം മാറിക്കിട്ടും. പിറ്റേ ദിവസം ഈ നേസൽ പാക്ക് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. ചില ഹോസ്പിറ്റലുകളിൽ ഇത് സർജറി കഴിയുന്ന ദിവസം തന്നെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയുമുണ്ട്. സർജറി ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മൂക്കിൽ നിന്ന് ചെറിയ തോതിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജ് വരാം. അത് കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശക്തിയായിട്ട് മൂക്ക് ചീറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൂക്കിൽ രക്തവും മറ്റും കട്ട പിടിച്ചിട്ടുള്ള ക്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് വിരൽ ഉപയോഗിച്ച് ഇളക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ തന്നെ ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു തരും. ഈ ഒരു 5-6 ദിവസം ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ശക്തമായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതിരിക്കാനും അതല്ലെങ്കിൽ എന്തെങ്കിലും പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഫോഴ്സ് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂളിൽ പോവുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പുനരാരംഭിക്കുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു മുറിവ് കൃത്യമായിട്ടുണങ്ങാൻ 3 മുതൽ 4 ആഴ്ച വരെ എടുക്കും. ഇതിൻ്റെ ഉള്ളിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ആവാം. ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ സാധാരണ ജീവിതം തുടർന്ന് നയിക്കാനാവും. ഇനി ഫ്ലൈറ്റ് യാത്ര വേണ്ടവരാണ് നിങ്ങളെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു 2 ആഴ്ച കൊണ്ട് ഈ യാത്ര തുടങ്ങുകയും ആവാം. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് കറക്റ്റ് ചെയ്യാനുള്ള സെപ്റ്റോപ്ലാസ്റ്റി എന്ന സർജറിയെ പറ്റി നിങ്ങൾ വിശദമായിട്ട് തന്നെ കേട്ടു. മൂക്കടപ്പ് എന്തുകൊണ്ടുണ്ടാവുന്നെന്നും എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നുമുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അതുകൂടെ ഒന്ന് കണ്ട് മൂക്കടപ്പിനുള്ള കാരണങ്ങളും മനസ്സിലാക്കുക. ഈ സെപ്റ്റോപ്ലാസ്റ്റി സർജറിയോടൊപ്പം മൂക്കിൻ്റെ പുറം ഭാഗത്ത് ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ റൈനോപ്ലാസ്റ്റി എന്ന സർജറിയും കൂടെ ചേർത്ത് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ
സൈനസൈറ്റിസിനുള്ള എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയും സെപ്റ്റോപ്ലാസ്റ്റി സർജറിയോട് ഒപ്പം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.